അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ നീ സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ നീ സഹജേ. നിന്നെ വിളിച്ചവനും മയുള്ളോ കണ്ണിന്മണി പോലെ കാത്തിടുകേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ നീ സഹജേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഒരു കാലത്ത് സമീപസ്ഥനായ ദൈവം എന്തുകൊണ്ടാണ് ഇപ്പോൾ അകലം സൂക്ഷിക്കുന്നത്? പരിശുദ്ധനായ ദൈവത്തെ പിതാക്കന്മാർ നോക്കി നിലവിളിച്ചപ്പോൾ ദൈവം വിടുവിച്ചു. സങ്കീർത്തനക്കാരൻ്റെ ജീവിതം ദൈവാശ്രയത്തിൽ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. അങ്ങനെ ജീവിച്ച ഒരാളത്വത്തിൻ്റെ മൂല്യം ഇപ്പോൾ ചുറ്റുപാടുമുള്ളവർ ചോദ്യം ചെയ്ത് പരിഹസിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദാവീദ് പറയുന്നതായി നമുക്ക് തോന്നാം, പിതാക്കന്മാരെല്ലാം വിടുവിക്കപ്പെട്ടപ്പോൾ എനിക്ക് മാത്രം എങ്ങനെ സഹായം ലഭിക്കാതെ പോകും? ഇത് ദൈവവുമായുള്ള പ്രാർത്ഥനയിലൂടെയുള്ള ഒരു മൽപ്പിടുത്തമാണ്. യാക്കോബ് യാബോക്കിന് തീരത്ത് വെച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള പ്രാർത്ഥന പോലെയാണ് ദാവീദിൻ്റെ ഈ പ്രാർത്ഥനയും. മറ്റൊന്നിനും കഴിയാത്ത അത്ഭുതം പ്രവർത്തിക്കുവാൻ വിശ്വാസത്തിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ അനുഭവം ഈ തരത്തിൽ രൂപപ്പെടുത്താം. പിതാക്കന്മാരുടെ വിശ്വാസം നമുക്കും ഏറ്റെടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥനയിൽ നിരന്തരം നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.